ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിലും അതുമൂലം മനസ്സിലുണ്ടാക്കുന്ന വേദന ആഴമേറിയതായിരിക്കും. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കുക, അവർക്ക് പ്രിയപ്പെട്ടത് നമ്മളാണോ എന്ന്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരുവാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിന്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും സംസാര മര്യാദയും മനുഷ്യത്വവും പഠിച്ചില്ലെങ്കിൽ ആ വ്യക്തി നിരക്ഷരന് തുല്യമാണ്. മനുഷ്യരുടെ സ്വഭാവം രണ്ടു തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവൻ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു, ആവശ്യം കഴിഞ്ഞാൽ അവൻ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. വിശദീകരണങ്ങൾ നൽകുവാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഴയിൽ എല്ലാ പക്ഷികളും കൂടുകളിൽ അഭയം കണ്ടെത്തുന്നു. പക്ഷേ പരുന്തുകൾ മഴയെ ഒഴിവാക്കുന്നത് മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നാണ്. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതി മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. സംസാരിക്കുന്ന സമയത്ത് പങ്കാളി തന്റെ പേര് കൂടുതൽ തവണ വിളിക്കുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. നമ്മൾ കാരണം ആരെങ്കിലും അസ്വസ്ഥരാണെന്ന് തോന്നിയാൽ സ്വയം മാറിക്കൊടുക്കുക. നമ്മളോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കും അവരത് പറയാത്തത്. പക്ഷേ പറയാതെ അറിയാനുള്ള പല പെരുമാറ്റങ്ങളും അവരിൽ കാണാൻ കഴിയും. കൂടുതൽ വെറുപ്പിക്കുന്നതിന് മുൻപ് സ്വയം ഒഴിഞ്ഞു മാറുക. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. തളർന്നു വീണത് കണ്ടാൽ ചിരിക്കാൻ പലരും ഉണ്ടാകും. എന്ന തിരിച്ചറിവിൽ നിന്നാണ് താങ്ങാൻ ആളില്ലെങ്കിലും വീണ്ടും ഉയർന്നു നിൽക്കണം എന്ന ബോധ്യമുണ്ടാകുന്നത്. ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നമെന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവർത്തികളാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരുമാകാതിരിക്കുക, ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് പോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക. എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന മണ്ടനാകരുത്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങൾ കരയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു.
മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക്. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിച്ചാൽ ഉറപ്പായും അവളെ സ്വന്തമാക്കാനായി തൻ്റെ ലക്ഷ്യങ്ങൾ പോലും മറക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് അതിലെത്തിപ്പെടാൻ സാധിക്കാത്തതല്ല. ലക്ഷ്യം ചെറുതായതുകൊണ്ട് നാം അതിലെത്തിപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ ജീവിതത്തിലും സ്നേഹം കൊണ്ടുപോലും സ്വാതന്ത്ര്യം കാണിച്ചു പോകരുത്. ഒരിക്കൽ നിഷ്കരണം അവർ നമ്മെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ താങ്ങാൻ കഴിവില്ലാതെ നമ്മൾ വീണുപോകും. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഉണ്ടാകുന്നു. നമ്മൾ എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും മടുത്തു പിന്മാറരുത്. ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ്. സന്തോഷത്തെ നമുക്ക് വില നൽകി വാങ്ങാനാവില്ല. അത് നാം സ്വയം കണ്ടെത്തേണ്ടതാണ്. ഇത് നിങ്ങളുടെ ലോകമാണ്. അതിനെ സ്വയം രൂപപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും. അതിനവസരം നൽകരുത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം. വാസ്തവത്തിൽ അസാധ്യമെന്നൊരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക. ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം. കരയാനുള്ള കാരണങ്ങൾ വേണ്ടപ്പെട്ടവർ കൊണ്ടുവന്ന് തരും. ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് തെറ്റ്. അവർക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് അതിലും വലിയ തെറ്റ്. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ജീവിതത്തിൽ സ്നേഹമുണ്ടാകണമെന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ പുഞ്ചിരിക്കരുത്. പകരം അവരെ അവഗണിക്കുന്നതായി അഭിനയിക്കുക. അവരുടെ സ്നേഹം യഥാർത്ഥമാണോ എന്ന് ഇതിലൂടെ അറിയാം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.